തിരിച്ചടിയുടെ മേൽ തിരിച്ചടി എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇത് നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, താലിബാനാണ്. അതെ, പാകിസ്ഥാന്റെ വെള്ളം കൂടി താലിബാൻ ഇപ്പോൾ പൂർണ്ണമായും മുട്ടിച്ചിരിക്കുകയാണ്. അതായത് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം പാകിസ്ഥാന് വെള്ളം കൂടി മുട്ടിയിരുന്നു. ഇപ്പോൾ അടുത്തതായി പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ഈ നദിയിൽ ഒരു അണക്കെട്ട് പണിയാൻ ഒരുങ്ങുകയാണ് താലിബാൻ. അതായത് ഈ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് കുനാർ നദിയിൽ നിന്നുള്ള വെള്ളം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതോടെ പാകിസ്ഥാന്റെ ജലപ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ വഷളാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുകയും ഇത് താഴെയുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുകയും ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവ വികാസം നടന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഇതിനകം വഷളായ ബന്ധങ്ങൾക്ക് ഇത് കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യും. ഇതിനെതിരെ പാകിസ്ഥാൻ ധാരാളം ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും താലിബാൻ നേതൃത്വം നൽകി ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണിപ്പോൾ. ഈ പദ്ധതി നടപ്പിലാകുകയാണെങ്കിൽ കുനാർ നദിയിൽ നിന്ന് ഗാംബിരി മരുഭൂമിയിലൂടെ നങ്കർഹാറിലെ ഡുറന്തി അണക്കെട്ട് റിസർവോയറിലേക്ക് വെള്ളം തിരിച്ചുവിടുകയും ചെയ്യും. ഈ വഴിതിരിച്ചുവിടൽ ചിത്രാലിലും മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷി, കുടിവെള്ളം, ജലവൈദ്യുത ഉൽപാദനം എന്നിവയ്ക്കുള്ള ജലലഭ്യത കുറയ്ക്കും. ഇത് പാകിസ്ഥാന്റെ ബുദ്ധിമുട്ടുന്ന ജലസ്രോതസ്സുകളുടെ കാര്യത്തിൽ ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. കുനാർ നദിക്ക് ഏകദേശം 480 കിലോമീറ്റർ ആണ് നീളമുള്ളത്. ചിത്രാലിൽ നിന്ന് ആരംഭിച്ച് കുനാർ നങ്കർഹാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകി വീണ്ടും പാകിസ്ഥാനിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ സിന്ധു നദീതടത്തിൽ ചേരുകയും ചെയ്യുന്നു. കാബൂൾ നദിയോടൊപ്പം വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വലിയ ഭാഗങ്ങൾക്ക് ഇതൊരു ജീവദായകമാണ്. കൃഷി, കുടിവെള്ള ആവശ്യങ്ങൾ, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയ്ക്ക് വെള്ളം നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ നദി തിരികെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിന് മുമ്പേ അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ചാൽ താഴേക്കുള്ള വെള്ളത്തിന്റെ ലഭ്യത ഗണ്യമായി തന്നെ കുറയും. ഇത് പാകിസ്ഥാനിലെ ജലസേചനം, കുടിവെള്ള വിതരണം, വൈദ്യുതി ഉൽപാദനം എന്നിവയെ ബാധിക്കും. പ്രത്യേകിച്ചും ഇന്ത്യ സിന്ധു നദീജല സംവിധാനത്തിന് കീഴിലുള്ള ജലപ്രവാഹം നിയന്ത്രിച്ചതിനെ തുടർന്ന് ജനങ്ങൾ ഇതിനകം തന്നെ ക്ഷാമം നേരിടുന്ന സമയം കൂടിയാണ് ഇത്. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനുമായി ജലം പങ്കിടുന്ന കരാറും ഇല്ല എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സിന്ധു നദീജല കരാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കുനാർ നദിയിലെ ജലത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ഒരു കരാറുമില്ല. ഇതിനർത്ഥം ഈ പദ്ധതി നിർത്താനോ അല്ലെങ്കിൽ ഇതിനെ വെല്ലുവിളിക്കാനോ പാകിസ്ഥാന് ഒരു നിയമപരമായ മാർഗവുമില്ല എന്നാണ്.